ചേട്ടാ പുഴയിൽ മീൻ പിടിക്കാൻ പോയതാ കണ്ട ഈ മീനിന്റെ പേരെന്താണെന്നറിയാമോ? ഇതിന്റെ പേരാണ് മഞ്ഞക്കൂരി. ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ള മീനാണ്. ഇവിടുന്ന് പിടിച്ചല്ലേ? ചാലക്കുടി പുഴയെന്ന്. അടിപൊളി. അതല്ലേ ഞാൻ ആ പാട്ടുകളൊക്കെ ഞാൻ പാടിയത്. ഒന്ന് എനിക്കിപ്പോ ചോദിക്കാൻ വന്നതേ ഉള്ളൂ. എന്താണ് ആ ചാലക്കുടി ചന്തയ്ക്ക് ഒന്ന് പാടിക്കേ. കൂടെ പിടിച്ചു നിന്ന് പാടുമ്പോ അതിനൊരു രസല്ലേ? അന്ന് ഈ മീനൊന്ന് പിടിക്കോ? പിന്നെന്നാ? അപ്പൊ ഒരു മീൻകാരി പെണ്ണാവില്ലേ? അതന്നെ. അപ്പൊ ഞാൻ പാടാം. പഠിക്കും. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഇനി പാടണല്ലേ ഞാൻ. അപ്പോ നമ്മൾ ഇന്ന് കവിതേ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുടംപുളി, നല്ല മുളകും മറ്റേ കുരുമുളക് എല്ലാം കൂടി, മഞ്ഞപ്പൊടി മാത്രം അതിനകത്ത് വറക്കൂല, മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടി വറുത്തെടുത്ത് ഇന്ന് വരെ നമ്മുടെ സ്വന്തം നൗഷാദക്ക വെക്കാത്ത രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. മീൻകറി ചിക്കൻ കറി വെക്കുന്ന പോലെ എങ്ങനെ വെക്കാം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. വേണ്ടേ? നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ടത്. അപ്പൊ ഇതുകൊണ്ടൊരു കറി വെക്കണം. ഈ കറി നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്, കണ്ടസ്റ്റൻസ് കൊടുക്കുന്നതല്ല. അല്ല, ഇത് സ്പെഷ്യൽ മണിച്ചേട്ടന്റെ എന്റെ ഒരു സ്പെഷ്യൽ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കറി വെക്കാൻ പോവാണ്. ഞാൻ അതിന് മുമ്പ് അങ്ങോട്ട് ചാടട്ടെ. നല്ല പുക ആണോ? സാരില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടി നമ്മളിതിനകത്ത് ചട്ടം കൊണ്ട് വായോ. പിന്നെ നമ്മൾ മുളക് പൊടി. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് ഈ കറി വെക്കുന്നത്. ഇതിനെപ്പറ്റി നൗഷാദക്ക് എന്നെ കുറ്റം പറയാനേ പാടേയില്ല. കാരണം എൻ്റെ കുറ്റമല്ല. മോനെ കുറച്ച് വെളിച്ചെണ്ണ എന്നോട് ഒന്നും തോന്നരുതേ. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാ? എല്ലാം അറിയുന്നവൻ ജഗൻ അല്ലേ? എനിക്കറിയില്ലെന്നോ? ജഗു. അതിൽ പച്ചമുളക് ഇട്ടു, അതിൻ്റെ കൂടെ നമ്മൾ സവോള ഇട്ടു, അതിന്റെ കൂടെ നമ്മൾ ഇഞ്ചിയും ചെറിയ ഉള്ളി ഇട്ടു. മീനൊക്കെ എവിടെ? ഇനി വേണ്ടത് പുളി. വാ ആര്യ ഒന്ന് പിടിച്ച് ആ പുളി എടുത്തിട്ട് കാണട്ടെ. എണ്ണ ഇടണോ? വേഗട്ടോ, സമയം കളയണ്ട. വേഗട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി, ആ പുളിയുടെ വെള്ളം കുറച്ചും കൂടി അതിലേ ഒഴിക്കണേ. കാരണം അതിനകത്ത് മണ്ണിൻ്റെ ഒരു ഇതുണ്ടാവും. ഒരല്പം വെള്ളം മാത്രം, കുറച്ചും കൂടി വെച്ചോ. കുറച്ചും കൂടി മതി. ഓക്കെ. മീനെവിടെ? മീമി ആരെടാ? അത് ഇക്ക തന്നെ ഇടാൻ തീരുമാനിച്ചല്ലേ? അങ്ങനെ ഒന്ന് വീട്ടിലിക്ക. ഇത് ചാലക്കുടി പുഴയിലെ മീനാ. ഒന്ന് കണ്ട ആ ആരോഗ്യം വെച്ചൊന്ന് ഇളക്കിയേൻ. ഇനി കുറച്ച് വെള്ളം. പിന്നെ അത് കൂടാതെ കണ്ട് ഉപ്പ് കുറച്ചിടുക. ഉപ്പിട്ട് തിരുമ്മി വെച്ചതാണ് മീൻ, എന്നാലും ഇത്തിരി കൂടി ഉപ്പ്. ഈ ഉപ്പിടുന്ന ഞാനാണ്. അതെ, അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ. ഇത്തിരി ഗരം മസാല. ഇത്തിരി അല്ല, ഒത്തിരി. ഒന്നുമില്ല, ഇത്തിരിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പക്കായിരിക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണക്ക. വേണം വെള്ളം. റെഡി അല്ല? ഇത് കൂട്ടി നിങ്ങൾ നല്ല തൂശിനിലയിൽ നല്ല കുത്തരി ചോറും നല്ല കണ്ണിമാങ്ങ അച്ചാറും പിന്നെ കുറച്ച് എന്താ പറയുക, നല്ല ചമ്മന്തി, ഉണക്കിമീൻ വറുത്തതും പിന്നെ
അതെല്ലാം കൂട്ടി എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കപ്പല് മുങ്ങി. കപ്പൽ മുങ്ങിയല്ലേ. അങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ? ഇത് കഴിച്ച് നോക്കിയിട്ട് എന്നോട് പറയണം. ഇതിനകത്ത് ഞാൻ ഒറ്റ ചേരുവ് മാത്രം ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒന്ന് വെന്തോട്ടെ. ഓക്കെ, അതിനുള്ളിൽ ഒരു പാട്ട് പാടാൻ നമ്മുടെ ഓഡിയൻസിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ കയറി വന്നു. വിളിച്ചില്ല, അതിനു മുമ്പ് എത്തി. നാട്ടുകാരനാണ്. അല്ല, പേരെന്താ? രാജു. എനിക്കറിയാത്ത ആളാ. അറിയാത്ത ആളാണ്. അതെ. അപ്പൊ എന്തായാലും കറി റെഡിയായി. ഓ എന്തോ മീനിന് നാണം വന്നു. ഒരു പെൺകുട്ടിയുടെ കൈ കൂടി ടച്ച് ചെയ്തപ്പോഴാണ് അത് പൂർണ്ണമായത്. കൊള്ളാം, സന്തോഷമായി. അപ്പൊ ഞാൻ ആരായി? ഞാൻ ശശിയായി. തേജേട്ടൻ ആരായി? ചാലക്കുടി ശശി. മണിച്ചേട്ടൻ്റെ മീൻകറി ഭയങ്കര ഫേമസ് ആയി. കണ്ടസ്റ്റൻസ് എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ ഗെയിംസ് ഒക്കെ ഇനി ഉള്ളതാണ്. ഏതായാലും മണിച്ചേട്ടാ, സത്യം ഇത് വലിയ കൊടുംചതിയായി പോയി. ആൾക്കാരാരില്ല, ഞാൻ പകുതിയായുള്ളൂ. എനിക്ക് ഈ മീൻ കഴിച്ചിട്ട് വേണം അടുത്തതിലേക്ക് പോവാൻ. ഇതിനൊക്കെ സമ്മതിക്കില്ല. കുറച്ച് ഇനി ഇവരെ എല്ലാവരും വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി അടുത്ത മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? ഇവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മീൻകറിയിലാണ്. എനിവേസ്, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. രാജു. ഏത് പാട്ട് പാടാൻ പോണേ? കാവങ്ങാട്ട് അമ്പലത്തിൽ. ഞാൻ പാടിയ പാട്ടല്ലേ? ഒന്ന് പാടാവോ? ഓക്കെ, പാടി നോക്കാം. വിനയമുള്ള ചേട്ടനാ. കാവുങ്ങട്ടെ അമ്പലത്തില് പാട്ടല്ലേ കേക്കണത്. നേരം വീഴുത്തടി പെണ്ണെ കണ്ടം തിളപ്പിക്ക് പൊന്നാരി. നേരം വീഴുത്തടി പെണ്ണെ കണ്ടം തിളപ്പിക്ക് പൊന്നാരി. അപ്പം നമ്മുടെ പാട്ടും അതുപോലെ തന്നെ കറിയും റെഡിയായി. ഇതിൻ്റെ മണം വരണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ടോ?